ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളൊരു കുനാഫ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മിക്സഡ് ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 കപ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ട്രേയുടെ അളവിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുനാഫയുടെ ഡോ നമുക്ക് വീണ്ടും അടച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കണം. പിന്നെ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു 20 ഗ്രാം മുതൽ 30 ഗ്രാം വരെ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ തന്നെ ആ ഒരു ബട്ടർ അങ്ങോട്ട് മെൽറ്റായിട്ട് വന്നോളും. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊനാഫ ഡോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെറിയ കനം കുറഞ്ഞ വെർമിസെല്ലി ഉണ്ടല്ലോ, സേമിയോ, അത് യൂസ് ചെയ്യാം. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. പക്ഷേ ഈ കുനാഫ ഡോ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലപോലെ ക്രിസ്പിയും നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മിൽക്ക് മെയ്ഡ് എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ആ മിൽക്ക് മെയ്ഡൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പുഡിംഗ് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുനാഫയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ആ ഒരു മിക്സ് എത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു കുനാഫയുടെ ഡോയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ലെയർ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ ഇത് പുറത്ത് തന്നെ ഞാൻ വെക്കുന്നത്, ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കുന്നില്ല. അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് പാല്, പശുവിൻ പാല്, ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ 3 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഞാൻ നിറച്ചാണ് എടുത്തിട്ടുള്ളത്, ഓരോ ടേബിൾ സ്പൂണും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കൊക്കോ പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കോൺഫ്ലോർ എടുത്ത പോലെ തന്നെ നിറച്ച് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പം ആ ഒരു കൊക്കോ പൗഡറൊക്കെ അതിൽ നല്ലപോലെ മിക്സ് ആവും. കൊക്കോ പൗഡറും അതുപോലെ മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ കുറച്ച് പഞ്ചസാര രണ്ടും കൂടെ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കോൺഫ്ലവറും അതുപോലെ ആ കൊക്കോ പൗഡറൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അടിയിലൊന്നും കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ തിക്കായി വരുന്ന സമയത്ത് വേണം നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 60 ഗ്രാം ചോക്ലേറ്റാണ് മൊത്തം ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചൂട് തട്ടുമ്പോൾ തന്നെ ആ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് വരും. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചോക്ലേറ്റും കൂടെ ഇടുമ്പോഴാണ് ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് മധുരം ഒന്ന് നോക്കാം. മധുരം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം കൂടെ ഈ ഒരു സമയത്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മൊത്തം ഞാൻ 60 ഗ്രാമാണ്, ഏകദേശം ഒരു 60 ഗ്രാമാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്ലെയിൻ ചോക്ലേറ്റ് കാഡ്ബറീസിൻ്റെ ഡയറി മിൽക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ ചോക്ലേറ്റൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് അതിൽ മെൽറ്റായി വന്നപ്പോൾ എൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ചായി, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും കട്ടില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലെയറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഇപ്പോൾ ഈ ഒരു എല്ലാം മിക്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ട്രേയുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് മൊത്തമായിട്ട് ഈ ഒരു ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ താഴത്തെ ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കുനാഫ ഡോ ഉണ്ടല്ലോ, അതിൻ്റെ മിക്സ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു 3 ലെയറായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മേലെയും താഴെയും ഈ ഒരു കുനാഫയുടെ മിക്സ് വരുമ്പോൾ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോക്ലേറ്റും അതുപോലെ ആ ഒരു കുനാഫയുടെ ഇതും എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഞാനിപ്പം ആ ഒരു കുനാഫ ഡോയുടെ മിക്സ് ഇതിൻ്റെ മേലത്തെ ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഏത് നട്ട്സാണോ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുള്ള ഈ പിസ്താഷ്യൂസ് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നട്ട്സും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഒരു കുനാഫ ചോക്ലേറ്റ് പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെരുന്നാളിനൊക്കെ നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് ഹാർഡായിട്ടുള്ളൊരു പുഡിംഗ് അല്ലത്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.